بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നിത്യാശുദ്ധിക്കാർ, മൂത്രവാർച്ച, ഗ്യാസ് ട്രബിൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, രോഗസംബന്ധമായ രക്തം പുറപ്പെടുന്നവർ, ഇങ്ങനെയുള്ള നിത്യാശുദ്ധിക്കാർ അവരുടെ വുദൂഇനെ കുറിച്ചും അത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഉള്ള ചില മസലകൾ മാത്രം പറയുകയും കേൾക്കുകയും ചെയ്തു. ഈ ശുദ്ധീകരണത്തിന് ഷാഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയും, ഇന്നമാ യുഷ്തറത്തു ലിസ്തിബാഹത്തിൽ ഇബാദത്തി ബിഹാദൽ വുദൂഇ ശുറൂത്ത്. ആരാധന അനുവദനീയമാകുന്നതിന് ഈ വുദൂ കൊണ്ട് ഇപ്രകാരം ശുദ്ധി വരുത്തിയ ഈ നിത്യ അശുദ്ധിക്കാര് അവിടെ നജസിനെയൊക്കെ അവർ ശുദ്ധീകരിച്ച് പഞ്ഞിയും എല്ലാം വെച്ച് തുണി കൊണ്ടെല്ലാം, അല്ലെങ്കിൽ ബാൻഡേജോ തുണിയോ മറ്റെന്തെങ്കിലും കൊണ്ട് അവരിങ്ങനെ ബന്ധിപ്പിച്ച് അവർ വുദൂ എടുത്തു. ആ വുദൂ കൊണ്ട് ആരാധന അനുവദനീയമാകുന്നതിന് ചില ഷർത്തുകളുണ്ട്. അതിലൊന്നാമത്തെ ഷർത്ത്, വുദൂഇൻ്റെ മുമ്പ് ഈ ശുചീകരണം നടക്കണം. ആദ്യമായിട്ട് മൂത്രമൊഴിക്കുകയോ മറ്റ് കാര്യങ്ങൾ നടത്തുകയോ ചെയ്തതിന് ശേഷം ശുചീകരണം നടത്തണം, ശുദ്ധീകരിക്കണം. രണ്ടാമതായിട്ട് ശുചീകരണം മൂത്രിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു, അതിനുശേഷം ശുദ്ധി വരുത്തിയതിന് ശേഷം ഈ പറയുന്ന പഞ്ഞിയും അതുപോലുള്ള തുണിയോ മറ്റുള്ളതോ കൊണ്ട് അതിന് സംരക്ഷണം കൊടുക്കുന്ന ആ പ്രവൃത്തിയുടെ ഇടയിൽ തുടർച്ച വേണം. ശുചീകരണത്തിന് ശേഷം കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ പഞ്ഞിയും തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ പോരാ. ഉടനെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ അതിനെ സംരക്ഷിച്ച് കെട്ടി നിർത്തേണ്ടതാണ്. അതേപോലെ തന്നെ ഇപ്രകാരം പഞ്ഞിയും തുണി കൊണ്ടുമെല്ലാം അതിനെ ബന്ധിപ്പിച്ചതിൻ്റെ ശേഷം വുദൂഇൻ്റെ ഇടയിൽ തുടർച്ച വേണം. ഉടനെ തന്നെ അഥവാ ആദ്യമായിട്ട് ശുചീകരണം നടത്തണം. പിന്നെ ആ ശുചീകരണത്തിന് ശേഷം താമസം വിന ആ മൂത്രം വരുന്ന അല്ലെങ്കിൽ കാഷ്ടം വരുന്ന ആ സ്ഥലത്ത് ശുദ്ധിയുള്ള തുണി കഷ്ണം കൊണ്ടോ മറ്റുള്ളതോ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാത്ത മറ്റു വസ്തുക്കൾ ഡോക്ടർമാർ ചെയ്യുന്നത് പോലെ ഉള്ള ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ ബന്ധിപ്പിക്കുക താമസം വിന. അങ്ങനെ ബന്ധിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ വുദൂ ചെയ്യണം, പെട്ടെന്ന് തന്നെ വുദൂ ചെയ്യണം. ആ ബന്ധിപ്പിച്ചതിൻ്റെയും വുദൂഇൻ്റെയും ഇടയിൽ മറ്റൊരു അമല് കൊണ്ട് വേർതിരിക്കാൻ പാടില്ല, ബന്ധിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുറെ സമയത്തേക്ക് ബന്ധിപ്പിക്കാൻ പാടില്ല. ഏതുപോലെ ശുചീകരണത്തിൻ്റെയും ഈ പഞ്ഞിയും മറ്റും വെച്ച് ബന്ധിപ്പിക്കുന്നതിൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കൽ ശരിയാകാത്തതുപോലെ. മൂന്നാമത്തെ നിബന്ധന, ഷർത്ത്, യുവാലിയ ബൈന അഫ്ആലിൽ വുദൂഇ ബഅദിഹാ മഅ ബഅദിൻ. വുദൂഇൻ്റെ പ്രവൃത്തികളുടെ ഇടയിൽ തുടർച്ച വേണം. വുദൂഇൻ്റെ ചില പ്രവൃത്തികളുടെ മറ്റു ചില പ്രവൃത്തികളുടെയും ഇടയിൽ തുടർച്ച വേണം, മുവാലാത്ത് വേണം. എങ്ങനെ? ആദ്യമായിട്ട് മുഖം കഴുകിയെന്നിരിക്കട്ടെ, ഫർളതാണ്. മുഖം കഴുകി ഉടനെ തന്നെ രണ്ട് കൈകൾ കഴുകണം. മുഖം കഴുകിയാൽ ഉടനെ തന്നെ രണ്ട് കൈകൾ, മുട്ടുൾപ്പെടെയുള്ള രണ്ട് കൈകൾ കഴുകണം. ഇടയിൽ മറ്റൊരു കാര്യം കൊണ്ട് വേർതിരിക്കാൻ പാടില്ല, താമസിപ്പിക്കാൻ പാടില്ല. നാലാമത്തെ ഷർത്ത്, നിബന്ധന, യുവാലിയ ബൈനൽ വുദൂഇ വസ്സലാത്തി. വുദൂ ചെയ്തു ഇങ്ങനെയെല്ലാം ശുദ്ധി വരുത്തി ബന്ധിച്ചു അതിനുശേഷം വുദൂ ചെയ്തു. വുദൂ ചെയ്തിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ കുറേ സമയം കൊണ്ട് വിട്ടുപിരിക്കാൻ പാടില്ല, ഉടനെ തന്നെ തുടർച്ച വേണം. ഏതുപോലെ ബിഹൈഫി ഇദാ ഫറഗ മിൻ വുദൂഇ, വുദൂഇൽ നിന്ന് വിരമിച്ചാൽ ഫൈനഹു യൽസമുഹു ഇശ്റാഫി സ്വലാത്തി മുബാശറ, നിസ്കാരത്തിൽ പെട്ടെന്ന് ബന്ധപ്പെടണം, പ്രവേശിക്കണം, നിർബന്ധമാണ്. എങ്ങനെ? മറ്റേതെങ്കിലും ഒരു അമല് കൊണ്ട് ബന്ധപ്പെട്ടാൽ വുദൂ ബാത്തിലായി പോകും.
ഇതുപോലെ മറ്റേതെങ്കിലും അമൽ കൊണ്ട് ബന്ധപ്പെട്ടാൽ വുദൂ ബാത്തിലായി പോകും. പക്ഷേ നിസ്കാരവുമായി ബന്ധപ്പെടുന്ന അമലുകൾ കൊണ്ട് വിട്ടുപിരിച്ചാൽ പൊറുക്കപ്പെടും, കുഴപ്പമില്ല. ഇതുപോലെ പള്ളിയിലേക്ക് പോകുന്നത് പോലെ ഇപ്രകാരം മൂത്രിക്കുകയോ കാഷ്ടിക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് അവിടെ എല്ലാം ഭദ്രമായി ശുചീകരണം നടത്തി, അവിടെ പഞ്ഞിയോ മറ്റോ വെച്ചുകൊണ്ട് അവിടെ തുണി കൊണ്ടെല്ലാം ബന്ധിപ്പിച്ചു, അതിനുശേഷം വുദൂ ചെയ്തു, അവന് വീട്ടിൽ വെച്ച് വുദൂ ചെയ്തു, പിന്നെ മസ്ജിദി പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു. ജായിസാണ്, അനുവദനീയമാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പള്ളിയിലേക്ക് നടന്നു പോകുക എന്നുള്ളത്. പള്ളിയിലേക്ക് നടക്കൽ കൊണ്ട് ആ വിട്ടുപിരിയൽ കുഴപ്പമില്ല, സമയം ദീർഘമാകൽ കുഴപ്പമില്ല. ഇതുപോലെ തന്നെയാണ് മേൽ പറയപ്പെട്ട രീതിയിൽ വുദൂ ചെയ്തു, എന്നിട്ട് ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുക, അല്ലെങ്കിൽ ജുമാ നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞുകൂടുക. എല്ലാ രീതിയിലും ഭദ്രമായിട്ട് ശുചീകരണമൊക്കെ നടത്തി വെച്ചുകെട്ടലൊക്കെ കഴിഞ്ഞ് വുദൂവൊക്കെ ചെയ്ത് പള്ളിയിലേക്ക് നടന്നു വന്ന് ആ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ജുമാ നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക. ഇത് അനുവദനീയമാണ്. അഞ്ചാമത്തെ ഷർത്ത് ഈ പറയപ്പെട്ട എല്ലാ അമലുകളും സമയം പ്രവേശന ശേഷമായിരിക്കണം. ഷാഫി മദ്ഹബിലാണ് സമയം പ്രവേശന ശേഷമായിരിക്കണം. മൂത്രമൊഴിച്ച് കാഷ്ടിച്ച് അത് ശുദ്ധീകരിച്ച് അവിടെ എല്ലാം ശുദ്ധീകരിച്ച് അവിടെ പഞ്ഞിയും തുണിയുമെല്ലാം കൊണ്ട് ബന്ധിപ്പിച്ച് അതിനുശേഷം വുദൂ എടുക്കുന്നു. ഇതെല്ലാം സമയം പ്രവേശന ശേഷമാകണം. എന്നാൽ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം ചെയ്താൽ അവൻ്റെ ആ വുദൂവും നിസ്കാരമൊക്കെ ബാത്തിലായിപ്പോകും. സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്തെങ്കിൽ ഇത് ഇതിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹനഫി മദ്ഹബിലാണെങ്കിൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു പോയി. ഒരു ഫർദിന് വേണ്ടിയല്ല, എത്ര ഫർദ് വേണമെങ്കിലും നിസ്കരിക്കാം. പക്ഷെ ആ സമയത്ത് ഒരു വഖത്തിൽ മറ്റൊരു അശുദ്ധി വന്നെങ്കിൽ മാത്രമേ വുദൂ നഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ മാത്രമേ ഈ വെച്ചുകെട്ടലും മറ്റുമൊക്കെ ആവശ്യമായി വരുന്നുള്ളൂ. എപ്പോഴും ആ വെച്ചുകെട്ടലൊന്നും മറ്റും ആവശ്യമായി വരുന്നില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. റഹമുറാഹിമിനായ തമ്പുരാൻ ഇത്യാദി കാര്യങ്ങൾ സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ, പ്രവാചകന്റെ മദ്ഹുകൾ ആലപിക്കാൻ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് വിധേയമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകന്റെ മൗലിദുകൾ പാരായണം ചെയ്യുന്നതിലും പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരിലും മുൻപന്തിയിലാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട അവസരമാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ടവരും നമ്മിൽപ്പെട്ടവരും പലരും രോഗങ്ങൾ കൊണ്ട്, മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരാണ്. വീടുകളിലും ഹോസ്പിറ്റലിലും കഴിയുന്നവരാണ്. അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരോടൊപ്പം, നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാദികൾ എല്ലാവരോടൊപ്പം അല്ലാഹു സ്വർഗത്തിലും നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ നന്മകളും ഇരുലോക നന്മകൾ കരസ്ഥമാക്കി ഇരുലോക വിജയികളിൽ അല്ലാഹു തആല നമ്മെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.